CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം കലക്കൽ പുതിയ വിവാദമായി ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പൂരം കലക്കിയതെന്നും ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കുപ്രസിദ്ധ ഗുണ്ടയും UAPA ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയുമായ യുവാവ് പിടിയിൽ. പാലപ്പെട്ടി താണിതുറക്കൽ 34 വയസ്സുള്ള ഷംനാഥ് ആണ് അറസ്റ്റിലായത്. പെരുമ്പടപ്പ് പാലപ്പെട്ടിയിൽ സ്കൂട്ടറിനു പിറകിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പൊന്നിയൂർകുളം ചെറായി കൊലവത്ര 58 വയസ്സുള്ള രാജനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. കോട്ടോൽക്കുന്നിൽ മണ്ണെടുക്കാനെത്തിയ വാഹനങ്ങൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് കുന്ന് സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു. കോട്ടോൽക്കുന്നിലെ രാപ്പകൽ മണ്ണെടുപ്പ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി വെൽഫെയർ പാർട്ടി സമരപ്രഖ്യാപനം നടത്തി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച 43-ാം നമ്പർ അങ്കണവാടിയുടെ ഉദ്ഘാടനം നടന്നു. തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA അങ്കണവാടി നാടിന് സമർപ്പിച്ചു. കാട്ടകമ്പാൽ സ്രായിലിൽ മോഷണശ്രമം. തലേക്കര സുരേന്ദ്രന്റെ വീട്ടിലാണ് വിവസ്ത്രനായ മോഷ്ടാവെത്തിയത്. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. അന്തരിച്ച മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മറ്റം മുളയ്ക്കൽ പരേതനായ ജോണി മാസ്റ്ററുടെ മകൻ ജോമോൻ മാസ്റ്റർക്ക് നാട് യാത്രാമൊഴിയേകി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുണ്ടൻകോട് ഗ്രാമത്തിൽ വീട് തകർന്നു വീണ് ദുരിതത്തിലായ പ്രായം ചെന്ന സഹോദരിമാർക്ക് യൂത്ത് കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകുന്നു. ഡിസംബർ 26 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്നേഹഭവനത്തിന്റെ കട്ടിളവെപ്പ് നിർവഹിക്കും. പഴുനാന ശ്രീ വേട്ടകരൻകാവ് ക്ഷേത്രത്തിലെ ഊട്ടുപുര സമർപ്പണം നടന്നു. ആറ്റുപുറം കുടുംബമാണ് ഊട്ടുപുര സമർപ്പിച്ചത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ യുവ 2024 സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് പാറന്നൂരിൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം നടത്തി. കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ തുടക്കമായി. കടങ്ങോട് പഞ്ചായത്ത് റൈസ് മിൽ സെന്ററിൽ വെറ്റിനറി സബ് സെന്റർ വഴിയുള്ള മിൽ റിംഗ് റോഡ് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയും തൃശൂർ മലബാർ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് നടത്തി. പൊന്നിയൂർ പഞ്ചായത്ത് 17-ാം വാർഡ് അകലാട് 5-ാം കല്ലിൽ ഇടതുപക്ഷം വിട്ട് കോൺഗ്രസിൽ ചേർന്ന 3 പേരെ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന തിരുവത്ര സ്വദേശി തേർലി പീതാംബരന്റെ ഭാര്യ സന്ധ്യ പീതാംബരന് ചികിത്സാ ഫണ്ടിലേക്ക് സാരഥി അയോധ്യാനഗർ പ്രവാസി കൂട്ടായ്മ സഹായം നൽകി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തല കേരളോത്സവത്തിൽ ക്രിക്കറ്റിൽ ചാമ്പ്യന്മാരായ ചൊവ്വന്നൂർ പഞ്ചായത്ത് ക്രിക്കറ്റ് ടീം അംഗങ്ങളെ 4-സ്റ്റാർ ക്ലബ് പഴുനാന അനുമോദിച്ചു. ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ എരുമപ്പെട്ടി യൂണിറ്റ് വാർഷിക പൊതുയോഗവും തിരിച്ചറിയൽ കാർഡ് പാസ്ബുക്ക് വിതരണവും സംഘടിപ്പിച്ചു. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രത്തിന്റെ കീഴിൽ കേരള പഠനയാത്രയുടെ ഭാഗമായി ദ്വിദിന പ്രകൃതി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. പൊന്നിയൂർകുളം ചെറായി കോച്ചമ്പാടി ശ്രീ സുബ്രഹ്മണ്യ ഭഗവതി ക്ഷേത്രത്തിൽ 61-ാമത് അയ്യപ്പൻ വിളക്കും അന്നദാനവും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.